നമസ്കാരം. മനുഷ്യ ചരിത്രം എന്നേക്കുമായി മാറാൻ പോകുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ എലോൺ മസ്കിന്റെ സ്റ്റാർട്ടപ്പ് ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിനെ നേരിട്ട് കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് നടത്തുന്നത്. ലിങ്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ നാണയത്തിന്റെ വലിപ്പമുള്ള ചിപ്പ് റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിക്കുകയാണ് ഈ പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഇത് കേവലം ഒരു ഗാഡ്ജറ്റ് അല്ല, മറിച്ച് മനുഷ്യന്റെ ജൈവികമായ ചിന്തകളെ ഡിജിറ്റൽ യുഗത്തെ ബൈനറി കോഡുകളുമായി വിളക്കി ചേർക്കുന്ന ഒരു അദൃശ്യ പാലമാണ്. ഒരു ശരാശരി മനുഷ്യന് ചിന്തിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് വേഗത്തിൽ വിവരങ്ങൾ കൈമാറാനും പ്രോസസ്സ് ചെയ്യാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നത് അവകാശപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു പുതിയ വംശത്തിന് സൈബോർഗുകൾക്ക് ഭൂമിയിൽ തുടക്കം കുറിക്കുകയാണ്. ന്യൂറാലിങ്ക് ചിപ്പുകൾ തലച്ചോറിലെ ദശലക്ഷക്കണക്കിന് ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുകയും അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ ബ്ലൂടൂത്ത് വഴി നേരിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അതായത് കൈകാലുകൾ അനങ്ങാതെ തന്നെ കേവലം ചിന്തിക്കുന്നതിലൂടെ മാത്രം ഒരു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനോ സ്മാർട്ട് ഫോണുകൾ നിയന്ത്രിക്കാനോ ഭാവിയിൽ നമുക്ക് സാധിച്ചേക്കാം. ഇതിനകം തന്നെ കുരങ്ങുകളിലും പന്നികളിലും വിജയകരമായി പരീക്ഷിച്ച ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ മനുഷ്യരിലും പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷാഘാതം വന്ന് തളർന്നു പോയവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കും മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചവർക്കും ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. എന്നാൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ലോകത്തെയാകെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. മനുഷ്യന്റെ ആത്മാവിനെ പോലും ഡിജിറ്റൽ ഡാറ്റയായി മാറ്റാൻ കഴിയുന്ന ഈ വിദ്യ മനുഷ്യനെ ഒരു യന്ത്രത്തിന്റെ അടിമയാക്കി മാറ്റുമോ എന്നതാണ് സംശയം. ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ബോധമണ്ഡലത്തെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ്. ന്യൂറാലിങ്ക് ചിപ്പിലൂടെ ഓർമ്മശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാനും ഏതൊരു പ്രയാസമേറിയ ഭാഷയെ നിമിഷ നേരം കൊണ്ട് തലച്ചോറിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുമെന്നത് കരുതപ്പെടുന്നു. അതായത് വർഷങ്ങളോളം പഠിച്ചു നേടേണ്ട അറിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യപ്പെടും. മനുഷ്യനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള ഈ ലയനം മനുഷ്യനെ ഒരു സൂപ്പർ ഹ്യൂമനാക്കി മാറ്റാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഈ പ്രക്രിയയിൽ മനുഷ്യന്റെ തനതായ സർഗാത്മകതയും വികാരങ്ങളും നഷ്ടപ്പെടുമോ? മനുഷ്യൻ കേവലം ഒരു ഡാറ്റ സ്റ്റോറേജ് ഉപകരണം മാത്രമായി മാറുന്ന ഒരു ഭാവിയിലേക്കാണോ നാം നീങ്ങുന്നത്? നിഗൂഢതകൾ അവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു കമ്പ്യൂട്ടർ വൈറസിന് നമ്മുടെ ഫോണുകളെ തകർക്കാൻ കഴിയുമെങ്കിൽ തലച്ചോറിലിരിക്കുന്ന ഈ ചിപ്പിലൂടെ നമ്മുടെ സ്വകാര്യമായ ആശയങ്ങളും വികാരങ്ങളും നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ തലച്ചോറിനെ ഒരു അദൃശ്യമായ സെർവറുമായി ബന്ധിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ സ്വകാര്യത എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഒരാളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊന്നും അവശേഷിക്കില്ല. ഇത് മനുഷ്യരാശിയെ നന്മയിലേക്കാണോ അതോ നിയന്ത്രണാതീതമായ ഒരു ഡിജിറ്റൽ തടവറയിലേക്കാണോ നയിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രകൃതിദത്തമായ പരിണാമത്തെ മറികടന്ന് മനുഷ്യൻ മെഷീനായി മാറുന്ന ഈ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി വരും തലമുറകൾ ചർച്ച ചെയ്യും. മനുഷ്യനും മെഷീനും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു ഭാവിയിലേക്ക് നാം അതിവേഗം നീങ്ങുകയാണ്. എലോൺ മസ്കിന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഭൂമിയിൽ ഇന്ന് കാണുന്ന മനുഷ്യവർഗം തന്നെ എന്നേക്കുമായി അപ്രത്യക്ഷമായേക്കാം. നമ്മുടെ ഓരോ ചിന്തയും ഓരോ ചലനവും ഡിജിറ്റൽ സെർവറുകൾ നിരീക്ഷിക്കുമ്പോൾ മനുഷ്യൻ എന്ന വാക്കിന് നൽകിയിരിക്കുന്ന പഴയ അർത്ഥങ്ങളെല്ലാം മാറ്റം വരും. സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ഈ വലിയ നേട്ടം മനുഷ്യരാശിയുടെ ഉയർച്ചയാണോ അതോ അന്ത്യമാണോ സൂചിപ്പിക്കുന്നത്? നിഗൂഢതകൾ നിറഞ്ഞ ഈ ഒരു പുതിയ ലോകത്തേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നമ്മെ കാത്തിരിക്കുന്നത് അത്ഭുതങ്ങളാണോ അതോ വലിയൊരു അപകടമാണോ എന്ന് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നുകിൽ നമ്മൾ യന്ത്രങ്ങൾ കീഴടക്കും, അല്ലെങ്കിൽ യന്ത്രങ്ങൾ നമ്മളെ എന്നേക്കുമായി മാറ്റിമറിക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.